നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം, ഇന്ന് ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. 1500ഓളം ചെറുതേനീച്ചപ്പെട്ടി കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഈ OHP ഷീറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഡിവിഷൻ ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇത് ഞാൻ ഇതിനായിട്ട് വാങ്ങിയിരിക്കുന്ന റോൾ ഷീറ്റാണ്. കർട്ടൻ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു തരം റോളായിട്ടുള്ള ഷീറ്റാണ്. ഇതിന് 1 മീറ്ററിന് 140 രൂപയാണ് വില വന്നത്. പല റേറ്റിലുള്ള ഗേജ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് റേറ്റുകൾ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഷീറ്റിനെ നമ്മൾ നമ്മുടെ പെട്ടിക്ക് അനുയോജ്യമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് നീളം 14 ഇഞ്ചും രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കതിൻ്റെ സെൻട്രൽ പോർഷനായിട്ട് ഇത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉപകാരം പറഞ്ഞുതരാം. പാർട്ടീഷൻ ചെയ്ത പെട്ടിയാണെങ്കിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത ഭാഗത്ത് മുട്ടയും പൂമ്പൊടിയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് സീസണിലേക്കാകുമ്പോൾ, അതായത് നമ്മൾ ഏകദേശം മാർച്ച് മാസം ആകുമ്പോഴാണ് ഭൂരിപക്ഷം ആൾക്കാരും നമ്മൾ ഡിവിഷൻ ചെയ്യാറ് പതിവ്. അല്ലെങ്കിൽ തന്നെ മഴയുള്ള സമയത്ത്, അതായത് സെപ്റ്റംബർ ഒക്ടോബർ ഭാഗത്തൊക്കെ അത്യാവശ്യം മഴയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് പരമാവധി സ്പേസ് കുറച്ച് നമുക്ക് ഇതിനെ ചെയ്യാൻ വേണ്ടി പറ്റും. വളർച്ച കാലമാകുമ്പോഴത്തേനും ഇതിനെ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ഈ വളർച്ചയുടെ ഓരോ ഘട്ടവും നമുക്ക് മനസ്സിലാക്കി ചെയ്യാനും പറ്റും ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെട്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഈച്ച പുറത്ത് വരുന്നതും നമ്മുടെ ദേഹത്ത് കടിച്ചിട്ടും മറ്റ് ചിലന്തി വലയിൽ കുടുങ്ങി ചാകുന്നതുമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇത്തരം ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകളിലൂടെ നമുക്ക് അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ സുഖസുന്ദരമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് രാത്രിയിലായാലും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാൻ വേണ്ടി പറ്റും. ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. പകൽ സമയത്താകുമ്പം സൂര്യപ്രകാശത്തിൽ പെട്ടെന്ന് അതുങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നൈറ്റ് വെളിച്ചത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേണ്ടി നോക്കാൻ വേണ്ടി പറ്റും. പാർട്ടീഷനുള്ള ഇതാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് നടുക്ക് വെച്ചിട്ട് നമുക്ക് മുട്ടയും പൂമ്പൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി പറ്റും. തന്നെയുമല്ല, നമുക്ക് റാണി വിജയിച്ചില്ല എന്ന് വരികയാണെങ്കിൽ നമുക്കിതിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബോക്സ് തുറക്കുമ്പോൾ റാണി മുട്ട കിട്ടുകയാണെങ്കിൽ അതിനകത്ത് എടുത്ത് വെച്ച് നമുക്കതിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് നമുക്കൊരു പെട്ടി തുറക്കാൻ എളുപ്പത്തിന് നമുക്ക് തുറന്നെടുക്കാൻ വേണ്ടി പറ്റും. ഇതിനൊരു കറുത്ത ഷീറ്റും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളായി നമുക്ക് പുറത്തുനിന്നുള്ള വെളിച്ചം അതിനെ ബാധിക്കില്ല. അതുകൊണ്ട് അതിനെ കെട്ടി ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനെ വൃത്തികേടാക്കാതിരിക്കാനുള്ള സാധ്യതയും കൂടെ കുറയും. നമുക്കൊരു പലക ഫുള്ളായിട്ട് അടയുന്ന രീതിയിൽ വെച്ച് കൊടുത്താലും നല്ലതാണ്. എനിക്ക് 1 മീറ്റർ ഷീറ്റിൽ നിന്ന് ഏകദേശം 30ഓളം പാർട്ടീഷൻ ഷീറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 4 രൂപയോളം ചിലവായിട്ടുണ്ട്. ഇത്രയും തന്നെ വിലയാകണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് സാധാരണ 100 മൈക്രോൺസ് ഉള്ള ഷീറ്റുകൾ, നമ്മുടെ സാധാരണ പോളിത്തീൻ കവറുകൾ മേടിച്ചിട്ട് അത് മുറിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇത്രയും പൈസ മുടക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കൂടുകളെ ഷീറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈച്ചകൾക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും കുറഞ്ഞ സ്പേസിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. തന്നെയുമല്ല, മഴക്കാലമൊക്കെ ആകുമ്പോൾ ചൂട് ക്രമീകരിക്കാനും ഈച്ചകൾക്ക് വളരെ സൗകര്യപ്രദമാണ്. വളർച്ചാ കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ റാണി മുട്ട ഇടുവാനും അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ തുറന്ന് നമുക്ക് എല്ലാ പെട്ടികളും പെട്ടെന്ന് തുറന്ന് കാണിച്ച് ആൾക്കാരെ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ രീതിയിലൂടെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ് എടുക്കാനോ നമുക്കൊരു കോളനി കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു ബോക്സ് തുറന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി പറ്റും.